ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്നൊരു മനോഹരമായ 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽ ഡിസൈനിൽ തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ജംഗ്ഷനിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും വെറും 1/2 കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത്. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. ആലുവ, എടപ്പള്ളി, കളമശ്ശേരി എന്നിവിടങ്ങളിലേക്കെല്ലാം ഈ വീട്ടിൽ നിന്നും വളരെ വേഗത്തിൽ തന്നെ എത്തിച്ചേരാവുന്നതാണ്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് വരുന്നത്. ഏകദേശം 4 മീറ്ററോളം വീതിയുള്ള വലിയ വഴി തന്നെയാണ് ഈ വീടിന് മുന്നിലായുള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോണൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചുറ്റുബന്ധം നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിന് മുന്നിലായി ഉണ്ട്. കടപ്പാകലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്യുന്നത്. കൂടാതെ നിറയെ ചെടികളും ബിൽഡർ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. വീടിന്റെ വലതുവശത്തായി ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ വർക്കും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാം. 4-5 പേർക്കൊക്കെ സുഖമായിരിക്കാവുന്നത്ര സ്പേഷ്യസ് ആയ ഒരു വലിയ സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് ഇവിടിന്റെ സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. മോഡേൺ ലുക്കിൽ തന്നെയാണ് ഈ വീടിന്റെ മെയിൻ ഡോറും അതുകൂടാതെ ഫ്രഞ്ച് വിൻഡോ എല്ലാം ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായി വലിയൊരു ഗ്ലാസ് പാർട്ടീഷൻ വർക്ക് നൽകിയിട്ടുണ്ട്. ഇതിന് ബാക്ക്ഗ്രൗണ്ടിലായി ഗാർഡൻ വർക്കും വരുന്നതാണ്. ഒരേ സമയം ലിവിംഗ് ഏരിയയിലേക്കും ഡൈനിങ് ഏരിയയിലേക്കും ട്വിസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടി വുഡിലാണ് TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വുഡൻ ഫിനിഷിൽ വരുന്ന നല്ലൊരു പാനലിംഗ് വർക്കൊക്കെ കൊടുത്താണ് സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നത്. നമുക്കിനി തന്നെ ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയിലും നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടറിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ അടുക്കളയിലേക്കൊന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ അടുക്കള നിർമ്മിച്ചിരിക്കുന്നത്. കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിലാണ് ഇവിടെ കിച്ചൺ പണിതിരിക്കുന്നതും. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. എല്ലാ വർക്കുകളും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ബിൽഡർ ഇവിടെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 9 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. ലൂവർ പാനലൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ആവശ്യത്തിന് വെന്റിലേഷനൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഒത്തിരി ഷെൽഫുകൾ കൊടുത്ത് സ്ലൈഡിംഗ് ഡോറുകൾ വരുന്ന ടൈപ്പിലാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. വുഡൻ സ്റ്റെയറുകളാണ് ബിൽഡർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർവേ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് മനോഹരമായൊരു ഷാൻലിയർ തന്നെയാണ്. അതിന് ബാക്ക്ഗ്രൗണ്ടിലായി ചെറിയൊരു വുഡൻ വർക്കും നൽകിയിട്ടുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയയിലെ ഒരു വാള് റസ്റ്റ് ഫിനിഷ് വരുന്ന ടൈലൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ ബിൽഡർ ഒരു TV യൂണിറ്റ് കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഒരു ഭിത്തി മുഴുവനായി തന്നെ TV യൂണിറ്റിനായി ബിൽഡർ ഇവിടെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയൊരു വുഡൻ പാനലിംഗ് സീലിംഗ് വർക്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. 12 അടിയോളം നീളത്തിലാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത്. ഒരു ബാൽക്കണി ഫീൽ ലഭിക്കുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഈ വീടിനുള്ളത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള ഒരു പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. തീർച്ചയായും ഒരു ഫർണിഷ്ഡ് റൂമാക്കിയാണ് ബിൽഡർ ഈ റൂം ചെയ്തിരിക്കുന്നത്. ബെഡും കോട്ടുമെല്ലാം നമുക്കിവിടെ ബിൽഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഷെൽഫുകൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിൽ കാണാം. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി വലിയൊരു ഡ്രസ്സിംഗ് ടേബിളും ബിൽഡർ പണികഴിപ്പിക്കുന്നുണ്ട്. ഈ റൂമിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്, ഈ റൂമിന് നമുക്കൊരു ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ റൂമിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏതാണ്ട് 11 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3ാമത്തെ ബെഡ്റൂമിലുള്ളതുപോലെ തന്നെ വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. തീർച്ചയായും ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. മാറ്റ് ഫിനിഷ് വരുന്ന വുഡൻ സ്ട്രിപ്പ് ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ജാളികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ലൊരു ഡിസൈൻ വർക്കും നമുക്ക് ഈ ബാൽക്കണിയിൽ കാണാം. പാനലിംഗ് വർക്കും മനോഹരമായ LED ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് സീലിംഗും കൊടുത്തിരിക്കുന്നത്. കിഴക്ക് ദിക്കിലേക്ക് ദർശനമാക്കിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.